എഴുത്തുകാരി വി.കെ. ദീപയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എഴുത്തുകാരിയുടെ സ്കൂൾ കാലത്തെ ഒരു അനുഭവമാണ് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത്. 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അതായത് അധ്യാപകൻ കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷ ഒരു പണിഷ്മെന്റ് നൽകും. ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു ദളിത് കുട്ടി ഉണ്ടായിരുന്നു, മിനി എന്നാണ് പേര്. ആ കുട്ടിയുടെ കൂടെ ഇരുത്തുക എന്നതാണ് ഒരു പ്രധാന പണിഷ്മെന്റ്. ആ കുട്ടികൾ എല്ലാവരും എതിർക്കും, പക്ഷേ എന്നാലും അതായിരുന്നു പ്രധാന പണിഷ്മെന്റ് എന്ന് ദീപ പറയുന്നുണ്ട്. അങ്ങനെ ദീപയ്ക്കും പണിഷ്മെന്റ് കിട്ടുകയാണ്, മിനിയുടെ കൂടെ ഇരുത്തുന്നു. പക്ഷേ അന്ന് വീട്ടിലെത്തി ദീപ കരഞ്ഞു പറയുകയാണ് അമ്മയോട്, അമ്മയെ കുളിക്കാറില്ല, വൃത്തിയില്ല, എപ്പോഴും മോശം സ്മെല്ല് വരുന്നു, അതുകൊണ്ട് മിനിയുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഇനി ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ദിവസം ദീപയുടെ അമ്മ ഒരു ചന്ദ്രിക സോപ്പും ഒരു ടവലും കൊടുത്തു വിടുകയാണ് മിനിക്ക് കൊടുക്കാനായി. അത് കിട്ടുമ്പോൾ മിനി വളരെയധികം സന്തോഷിച്ച് തുള്ളിച്ചാടുന്നുണ്ടെന്ന് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ കാലങ്ങൾ കഴിയുകയാണ്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ദീപ മിനിയെ കണ്ടുമുട്ടുന്നു. ഒരു ആശുപത്രിയിൽ വെച്ച് നഴ്സായി മിനി ജോലി ചെയ്യുകയാണ്. അപ്പോൾ പല അനുഭവങ്ങളും ഓർമ്മകളും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോഴും മിനിക്ക് പറയാനുണ്ടായിരുന്നത് ആ പഴയ ചന്ദ്രികയുടെ കണക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും താൻ ചന്ദ്രിക തേച്ച് തന്നെയാണ് കുളിക്കുന്നത് എന്നാണ് മിനി ദീപയോട് പറയുന്നത്. ഇതാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ഒരു ചെറിയൊരു രൂപം.